മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കനത്ത തിരിച്ചടിയാകുന്ന നീക്കവുമായി ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി രൂപീകരിച്ച സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയർ TK ശിവരാജനെ അപ്രതീക്ഷിതമായി ഒഴിവാക്കി. പകരം ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രൊഫസർ MA ശർമ്മയെ സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ഉത്തരവിറക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ പരിശോധിക്കാൻ 2021 കേന്ദ്ര ഡാം സുരക്ഷാ നിയമപ്രകാരം രൂപീകരിച്ച 5 അംഗ സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ വലിയ പുനർസംഘാടനമാണ് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി വരുത്തിയിരിക്കുന്നത്. ജലസമിതിയിൽ കേരളത്തിന്റെ ശക്തമായ ശബ്ദമായിരുന്ന കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയർ TK ശിവരാജനെ അപ്രതീക്ഷിതമായി ഒഴിവാക്കി. പകരം ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രൊഫസർ ML ശർമ്മയെ നിയമിച്ചതാണ് പുതിയ മാറ്റം. IIT റൂർക്കിയിലെ ഭൂകമ്പ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറും ഇന്റർനാഷണൽ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡാം മേധാവിയുമായ പ്രൊഫസർ ശർമ്മയുടെ സാങ്കേതിക വൈദഗ്ധ്യം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തലിൽ നിർണായകമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ബൽരാജ് ജോഷി ചെയർമാനായ ഈ സമിതിയിൽ ഗോപാൽ ധവാൻ, ഗുൽഷൻ രാജ്, N ശിവകുമാർ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. വ്യക്തിപരമായ കാരണങ്ങളാൽ TK ശിവരാജൻ സ്വയം ഒഴിഞ്ഞതാണെന്ന് കേന്ദ്രം വ്യക്തമാക്കുമ്പോഴും ഈ ഏകപക്ഷീയമായ നീക്കം കേരളത്തിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്ന നയത്തിലൂന്നി നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഡാമിന് പകരം പുതിയ അണക്കെട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്ന കേരളത്തിന് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളും ആശങ്കകളും കൃത്യമായി അറിയാവുന്ന തദ്ദേശീയമായ ഒരു പ്രതിനിധി ഇല്ലാതാകുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ സാങ്കേതിക തർക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറക്കും.